ഹായ് നമസ്കാരം. എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മിക്സർ റെസിപ്പിയുമായിട്ടാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ഏതെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞാനിവിടെ തയ്യാറാക്കുന്നത് അവൽ ഉപയോഗിച്ചിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു മിക്സറാണ്. അപ്പോൾ നമുക്ക് ഈ മിക്സർ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ. അതിനായിട്ട് ഞാൻ കുറച്ച് അവലെടുത്തിട്ടുണ്ട്. ഒരു 4 കപ്പ് കാണും. 250 ml കപ്പിനകത്തോട്ട് ഒരു 4 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണ്ടുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഏലക്കായും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനായിട്ട് വേണ്ടിയിട്ടാണ് പഞ്ചസാര എടുത്തിരിക്കുന്നത്. ഇനി കുറച്ച് മുന്തിരി വേണം. ഇനി ഇതിനകത്തോട്ട് കാഷ്യൂ വേണം, ബദാം വേണം. പിന്നെ ഇതിനകത്തോട്ട് പൊട്ടുകടല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പൊട്ടുകടല വേണം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടായിട്ട് വന്നപ്പോഴേ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അവലെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ അല്ലാതെ നമുക്ക് അരിപ്പയുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് വറുത്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതുപോലെ അവലെല്ലാം ഞാനൊന്ന് വറുത്ത് മാറ്റുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം എല്ലാം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. ഞാൻ അവലെല്ലാം ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ കുറച്ച് ഏറെ എണ്ണ കുടിക്കും. അപ്പോൾ അതൊന്ന് വാർന്നു കളയാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. എണ്ണ അങ്ങ് മാറിക്കിട്ടുവേ. അവലെല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊട്ടുകടല ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. ഞാനൊരു അരിപ്പയ്ക്കകത്തോട്ട് ഇട്ടിട്ടാണ് പൊട്ടുകടല വറുത്തെടുക്കുന്നത്. ഡയറക്റ്റ് ഇട്ടാൽ ചിലപ്പം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വറുത്തെടുക്കാനാണ് എളുപ്പം അതങ്ങനെ വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ പൊട്ടുകടലയെല്ലാം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. കാഷ്യൂ ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബദാമാണ്. ബദാമും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ എണ്ണയുടെ കളറൊന്നും ചേഞ്ച് ആയതോർത്ത് പേടിക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊന്ന് ഫ്ലെയിം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താണ് വറുത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അവലിട്ട് കൊടുത്തപ്പോൾ ചെറുതായിട്ട് പൊടിയുടെ അംശങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് കരിഞ്ഞതാണ് കളർ അങ്ങനെ ചേഞ്ച് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ബദാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ബദാം കൂടെ ഫ്രൈ ആക്കിയിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കുന്നത് മുന്തിരിയാണ്. അപ്പോൾ ഉണക്കമുന്തിരി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതോടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കറിവേപ്പില ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നേരത്തെ വറുത്ത് വെച്ചിരുന്ന അവലുണ്ടല്ലോ അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബാക്കിയുള്ള വറുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും ബദാമും മുന്തിരിയും പൊട്ടുകടലയും പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി എന്നിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കയും കൂടി ഉണ്ടല്ലോ, അത് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. മിക്സ് ആക്കി എടുക്കുമ്പോൾ കുത്തി കുഴച്ച് മിക്സ് ആക്കല് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. കാരണം എല്ലാം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആയിട്ടിരിക്കുന്നതാണ്. അപ്പോൾ പെരിയ വേണം അവൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് മിക്സർ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. കുഞ്ഞുങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മിക്സർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മറക്കാതെ ട്രൈ ചെയ്യാം.
താങ്ക് യു.